കാസർഗോഡ് കുമ്പള കളത്തൂരിൽ വീട്ടിൽ വൻ മോഷണം. 9 പവൻ സ്വർണവും ₹1,00,000 കവർന്നു. പഞ്ചിക്കലിലെ UK യൂസഫിന്റെ വീട്ടിലാണ് കവർച്ച നടന്നത്. ഷഫീഖ് നസറുള്ള, ഷഫീഖ്, ആളില്ലാത്ത സമയത്താണോ വീട്ടിൽ കവർച്ച നടന്നത്? എന്താണ് സംഭവിച്ചത്? പോലീസ് അന്വേഷണം എങ്ങനെ? സൈഫുദ്ദീൻ, വീട്ടിൽ ആളില്ലാത്ത സമയത്താണ് മോഷണം നടന്നത്. കാസർഗോഡ് കുമ്പള കളത്തൂരിലാണ് ഇങ്ങനെ വൻ കവർച്ചയുണ്ടായത്. 9 പവൻ സ്വർണവും അതോടൊപ്പം ₹1,00,000 കവർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. കളത്തൂർ പഞ്ചിക്കലിലെ ബംഗളൂരു വ്യവസായിയായ UK യൂസഫിന്റെ വീട്ടിലാണ് ഇങ്ങനെ കവർച്ച നടന്നത്. ഇരുനില വീടിന്റെ വാതിൽ കുത്തി തുറന്നതിന് ശേഷം മോഷ്ടാക്കൾ കിടപ്പുമുറിയിലെ അലമാറയിൽ നിന്നാണ് ഈ സ്വർണവും പണവും കവർന്നത്. ഇന്നലെ രാത്രി 7 മണിക്കും ഇന്ന് രാവിലെ 7 മണിക്കും ഇടയിലാണ് കവർച്ച നടന്നത് എന്നാണ് വിവരം. 7 മണിക്ക് ഇന്നലെ ഭാര്യയും മറ്റു മക്കളും ബന്ധു വീട്ടിലേക്ക് പോയിരുന്നു. മറ്റൊരു മകൾ 7 മണി വരെ വീട്ടിലുണ്ടായിരുന്നു. 7 മണിക്ക് വീട് പൂട്ടി തൊട്ടടുത്തുള്ള പിതൃ സഹോദരന്റെ വീട്ടിലേക്ക് പോയി. ഇന്ന് രാവിലെ പിതൃ സഹോദരന്റെ വീട്ടിൽ നിന്ന് ഈ മകൾ വീട്ടിലെത്തിയപ്പോഴാണ് വാതിൽ കുത്തിത്തുറന്ന നിലയിൽ കണ്ടത്. വീടിനകത്ത് കയറി പരിശോധിച്ചപ്പോൾ ഈ അലമാറ കുത്തിത്തുറന്ന് പണവും സ്വർണവും മോഷണം പോയ വിവരം അറിയുന്നുണ്ട്. അവർ ബന്ധുക്കളെ വീട്ടിൽ വിളിച്ചറിയിച്ച് ഈ വിവരം അറിയിച്ചു. പിന്നീട് പോലീസും ഡോഗ് സ്ക്വാഡും അതോടൊപ്പം തന്നെ വിരലടയാള വിദഗ്ധരും സ്ഥലത്തെത്തി പരിശോധന നടത്തിയിട്ടുണ്ട്. യൂസുഫിന്റെ ഭാര്യയും മക്കളുമാണ് ഈ വീട്ടിൽ താമസിക്കുന്നത്. ഇന്നലെ അവർ വീട്ടിലുണ്ടായിരുന്നില്ല, അവർ ബന്ധു വീട്ടിലായിരുന്നു ഉണ്ടായിരുന്നത്. ഇന്നലെ രാത്രി 7 മണിക്കാണ് വീട് പൂട്ടിപ്പോയത്. ഇന്ന് രാവിലെ 7 മണിക്ക് വന്നപ്പോഴാണ് ഇങ്ങനെ വാതിൽ കുത്തിത്തുറന്ന് മോഷണം നടന്ന വിവരം അറിയുന്നത്. അപ്പോൾ ഇന്നലെ രാത്രി 7 മണിക്കും ഇന്ന് രാവിലെ 7 മണിക്കും ഇടയിലാവാം ഈ മോഷണം നടന്നത് എന്നതാണ് നിഗമനം. പോലീസ് സ്ഥലത്തെത്തിയിട്ടുണ്ട്, പരിശോധന ആരംഭിച്ചിട്ടുണ്ട്. വിരലടയാള വിദഗ്ധരടക്കമുള്ള സംഘം ഇപ്പോൾ സ്ഥലത്ത് പരിശോധന നടത്തുകയാണ്. ഇതിൽ ₹1,00,000 9 പവൻ സ്വർണവുമാണ് മോഷണം പോയത്. സൈഫുദ്ദീൻ.